അപ്പൊ ലാലേട്ടനും ശ്രീനിവാസൻ സാർ എക്സ്പോ ഈ പടക്കാണ് ചോദിക്കാനുള്ളത്. ഈ കുൽസിത പ്രിയനായിട്ടുള്ള ധ്യാൻ ചേട്ടന് ഒരുമിപ്പിക്കാന്നുള്ള ഐഡിയ അത് ഇത്ര വർക്ക് ആവുന്നത് എങ്ങനെയായിരുന്നു ഇത്ര വർക്ക്? അല്ല, സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവരൊന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ അല്ല, ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിങ്കാവും. പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട്, അപ്പൊ ഒരു സിങ്ക് ഉണ്ട്. അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി. ആദ്യത്തെ ദിവസം തന്നെ അത് നടന്നു. ഈ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പം ഏജ്ഡ് ആയിട്ടുള്ള പോർഷനിൽ പോലും ഇങ്ങനെ എന്താണ് ഡബ് ചെയ്യുമ്പോഴും പോലും ചെറിയ കഥപ്പും ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടൊക്കെ അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഞാനായിട്ടുള്ള ആകെ ഓടുന്ന ഒരു പടമാണ് വല്ലപ്പോഴും. എടാ ശ്രദ്ധിച്ചിരുന്നു കാര്യമായിട്ട്. അല്ല, ഞാൻ പറഞ്ഞ നമ്മള് കുറച്ച് ക്ലോസ് ടു ദ മൈക്ക് നമ്മളിപ്പോ കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ. നമ്മള് ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം വരും. അത് ആക്ച്വലി ഭയങ്കര പരിപാടിയൊന്നുമല്ല. ഏട്ടനപ്പം ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ പുറത്തുനിന്ന് 2 സിഗരറ്റ് ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ ബേസ് കൂടും. അതിന്റെ തന്നെ ആക്ട് ചെയ്യാൻ നേരത്തെ ബേസിക്കലി ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ ആ പോർഷനിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഡബിൽ വരാൻ നേരത്തെ ബേസിക്കലി അത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നു? അത് ഡിഫിക്കൽട്ട് ആണല്ലോ ബേസിക്കലി, പലപ്പോഴും പറഞ്ഞു കേട്ടോ. എനിക്കിതൊന്നും അറിയില്ല. എല്ലാ പടത്തിലും ഡബ് ചെയ്യുമ്പോൾ കിതപ്പ് ഡയലോഗ് കട്ട് ചെയ്ത് കളയുന്നില്ല. ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യട്ടെ. എല്ലാവരും സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട്. മോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ട്രോൾ ഉണ്ട്. എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഈ ഫേവറേറ്റ്സ് തന്നെ പോളീസത്തിന് തന്നെ നിങ്ങൾ തന്നെ ട്രോളുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിങ് ആവുന്ന ഈ സെൽഫ് ട്രോൾ പരിപാടി കൊണ്ടാണ്. ആ ഐഡിയ അത് എങ്ങനെ രൂപപ്പെട്ടു? അല്ല, അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും. നമുക്കിഷ്ടമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ. അത് തന്നെ അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ. ഇത് രണ്ടും ഒന്നാണ്. സോറി. ഹൃദയം കഴിഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു. അപ്പൊ ധ്യാന്റെ ഒരു ലൈഫ് ടൈം റോൾ എന്നൊക്കെ രീതിയിൽ നമ്മള് മനസ്സിലാക്കുന്നത് ചേട്ടനായിട്ടുള്ള ഒരു പടം ഉണ്ടാവും. ഇനി ദണ്ഡി യാത്ര ധ്യാന്റെ സബ്ജക്ട്. അതാണ് ഇപ്പൊ അനിയനെ കുറിച്ച് മറ്റേ ഇന്റർവ്യൂ കണ്ടുന്ന കാര്യങ്ങൾ പറയും. ഇപ്പൊ അനിയനെ കുറിച്ചുള്ള ഒരു അഭിമാന നിമിഷം എന്താണ് പറയുന്നത്? ഇങ്ങനെ ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ? നല്ല അഭിപ്രായമാണ്. അല്ല, അവൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാർ. അപ്പൊ ലാലേട്ടനും ശ്രീനിവാസൻ സാർ എക്സ്പോ ഈ പടക്കാണ്. അച്ഛൻ അതെ ലാലങ്ങള് ഇപ്പൊ കാണുന്നറിയില്ല. അതെ, നമുക്കുടനെ കാണിക്കാം. അപ്പൊ സമയം അടുത്ത ഷോ അടങ്ങണം, അല്ലെങ്കിൽ അടുത്ത ഷോ അടങ്ങണം. എന്തായാലും ഈ വിഷു നമുക്ക് ഡിക്കണ്ട മോനെ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഒത്തിരി സന്തോഷം. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിനപ്പുറത്തേക്ക് 100ാം ദിവസം ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു വലിയ ആളിൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ.